BMW എന്ത് പറ്റി? BMW സംഭവം ഒരു എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തത്, ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ സ്റ്റോറി ഇടാന്ന് വെച്ചിരുന്നു, പിന്നെ എന്നിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചിരുന്നു. എന്തായാലും അവിടെ വെച്ചു. ഞാൻ അവിടെ ഒരു വണ്ടി ഒരു ബിൽഡിങ്ങിൽ പാർക്ക് ചെയ്തിരുന്നു, ഒരു പാർക്ക് ചെയ്യുന്നത്, ഒരു പേ ചെയ്തിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിരുന്നു. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോയേക്കായിരുന്നു, കാരണം കാർ അധികം ബാംഗ്ലൂർ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ 2 ദിവസം കൂടുമ്പോൾ അവിടെ പോയി നോക്കും, വണ്ടി ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം നമ്മള് എത്ര സേഫ് ഇത് പറഞ്ഞാലും വണ്ടി അങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്ത് അറിയാത്ത സ്ഥലത്ത് നമ്മൾ വെച്ച് പോകുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പോൾ വണ്ടി അങ്ങനെ ഞാൻ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ പോയി നോക്കായിരുന്നു, വണ്ടിക്ക് കുഴപ്പമില്ല വെച്ചിട്ട്. അപ്പം ഞാൻ പോയൊക്കെ ഇപ്പം ഉണ്ട്, ഏതോ കുരുത്തം കെട്ടവൻ 4 ടയർ BMW 4 ടയറും കാറ്റ് ഊരി ഇട്ടിക്കുന്നു, എയർ ഊരി ഇട്ടിക്കുന്നു. 4 ടയറിന്റെ എയർ ഫുള്ള് ഊരി ഇട്ടിക്കുന്നു. അതായത് സീറോ പ്രഷർ. അതിന്റെ BMW മറ്റേ ടയറിന്റെ മൂടി ഉണ്ടാവില്ല, എയർ അടിച്ചിട്ട് അടക്കുന്ന മൂടി ഉണ്ടല്ലോ, ആ മൂടി വരെ ഊരി കളഞ്ഞിട്ട് Randomized donated 100 രൂപ through super കാറ്റ് chat. ഫുള്ള് ഊരിയിട്ട്. Hi brother. പിന്നെ ബാംഗ്ലൂരാണ്ട് പിന്നെ ഒന്നും പറയാനും പറ്റില്ല, ആരാ ചെയ്തെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാരും ഊരിയിട്ടിരുന്ന്. എന്നിട്ടാണെങ്കിൽ സംഭവം BMW അത് റൺ ഫ്ലാറ്റ് ടയേഴ്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് ടയർ പഞ്ചറായാലും നമുക്ക് ഒരു 10-90 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷെ ഇത് അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം ടയർ പഞ്ചറായാലും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം പ്രഷർ ടയറിൽ ഉണ്ടാവും. ഫുൾ എയർ പ്രഷർ പോകില്ല. ഒരു 15 PSIയോ അല്ലെങ്കിൽ ഒരു 15-20 PS ഒക്കെ പ്രഷർ കാറിൽ നിന്നുണ്ടാവും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇത് ഫുള്ള് ഊരിയിട്ട് സീറോ പ്രഷറാക്കിയോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് എടുക്കാൻ നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ നിലത്ത് വരെയെന്ന് വെച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. CCTV ഇല്ലായിരുന്നു, ഞാൻ ഞാൻ അതിൽ നോക്കിയാളെ CCTV ഉണ്ടായിരുന്നില്ല. പിന്നെ ഡാഷ് ക്യാം ആണെങ്കിൽ പിന്നെ മറ്റേ ഓണായാൽ വർക്ക് ചെയ്യുന്ന ആ മൂഡായിരുന്നു, അത് ഓഫ് ആയിരുന്നു. മറ്റേ മോഷൻ ഡിറ്റക്ഷൻ സംഭവം ഉണ്ടല്ലോ, ആൾ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ആയിരുന്നു ആ മൂഡ്. എന്തോ പിന്നെ എന്നിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ മുകളിൽ മറ്റേ എന്തോ ഭുവൻരാജ് ഒകരത്ത് പറഞ്ഞ പേരൊക്കെ എഴുതി വെച്ചിട്ട്. അപ്പം അതൊക്കെ ആരാളെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ആരെ ചെയ്തിട്ട് അങ്ങനെ പോയിക്കുന്നത്. അപ്പോൾ അത് എന്നിട്ട് ഞാൻ നമ്മുടെ കാറിന്റെ ഒരു പോർട്ടബിൾ ഇൻഫ്ലേറ്റർ ഉണ്ട്, നമ്മുടെ എന്താ പറയാ നമ്മള് ഒരു സാധനത്തിന്റെ പേര് ബ്രൈവഡ് ഡീസൽ, മറ്റേ ഒരു പോർട്ടബിൾ ഇൻഫ്ലേറ്റർ ഉണ്ട്. നമ്മള് ഇങ്ങനെ പോർട്ടബിൾ ആയിട്ട് കാറ്റടിക്കുന്ന സാധനം. അപ്പോൾ ആ സാധനം ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അവിടെ ബാംഗ്ലൂർ ആണ്ട് പിന്നെ 1 day ഡെലിവറി ആണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സാധനം കിട്ടി. അങ്ങനെ അത് വെച്ചിട്ട് ആണ് എയർ അടിച്ച്, ആ സാധനം വെച്ചിട്ട് എയർ 4 വണ്ടിയിലും മിനിമം പ്രഷറിൽ അങ്ങനെ എയർ അടിച്ചിട്ട് അങ്ങനെ പുറത്തിറക്കിയിട്ട് വന്ന്. പിന്നെ അതിന് ഫ്രണ്ടിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, വണ്ടിയുടെ ബോണറ്റ് ഇപ്പോൾ ചെറിയൊരു സ്ക്രാച്ചും ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് കീയേറ്റി വരഞ്ഞാൽ തോന്നുന്നത്, അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, എന്നാലും ചെറിയ ലൈറ്റായിട്ട് ഒരു സ്ക്രാച്ചും ബോണറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി അതിനിടയിൽ. എന്നിട്ടിപ്പോൾ ഇന്നതാ വണ്ടി എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വണ്ടി എടുത്തിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്ത് വെച്ച്. അപ്പോൾ അതിനിടയിലും മറ്റേ അവിടുന്ന് മാറ്റിയിട്ട് പിന്നെ വേറെ സ്ഥലം തപ്പുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുറത്ത് വെച്ചുകൊണ്ട് വണ്ടി മൊത്തം ചളിയൊക്കെ ആയിരുന്നു, പൊടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് വണ്ടി വാഷിന് കയറ്റി. ഇത് സംഭവം ഉണ്ടായിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ടയർ ഇതൊക്കെ ആയതിൻ്റെ ഞാൻ സ്റ്റോറി ഇടാന്നൊക്കെ വെച്ചാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഔട്ട് വെച്ചിട്ട് വെച്ചു. ഞാൻ അത് കണ്ടു കഴിഞ്ഞാൽ കുറേ ആയിരിക്കും പിന്നെ അത് കേട്ടോണ്ട് പിന്നെ അത് നല്ല സന്തോഷമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ എന്തെങ്കിലും നമുക്കുണ്ടായ പറഞ്ഞ പോലെ വെച്ചാൽ അങ്ങനെ സ്റ്റോറി ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ 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 കാറിന് കവർ എടുത്തിട്ട് ഞാൻ വാങ്ങി കാറിന് കവർ വാങ്ങി. പിന്നെ ഞാൻ സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ ലേറ്റ് ആയത് അതാണ്. ഞാൻ പുറത്ത് വേറെ നല്ലൊരു ഏരിയ ഇതിൽ നോക്കി നടക്കുകയായിരുന്നു ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടി, സംഭവം നല്ല രീതി കിട്ടി. അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് അവിടെ CCTV സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. അത് ഈ കാർ പാർക്കിങ്ങിനായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അവിടെ CCTV സെക്യൂരിറ്റിയും എല്ലാം ഉള്ള ഒരു ഏരിയ. അപ്പോൾ അങ്ങനെ അവിടെ കിട്ടി. അപ്പോൾ ഇന്ന് വണ്ടി അവിടെ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേറ്റ് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് അങ്ങനെ കുഴപ്പമില്ല. ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് കിട്ടി കയറാം.
കോട്ടയം സന്ദേശം വാങ്ങിക്കാൻ പറ്റാത്ത ഈഗോ ആണ്. അത് അത് കോമൺ ആണോ? അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇങ്ങനത്തെ ഈ പ്രീമിയം വണ്ടി കണ്ടു കഴിഞ്ഞാൽ കുറെ എണ്ണത്തിന് ഇങ്ങനത്തെ ചൊറിച്ചിൽ വരും. അത് കോമൺ ആണ്. അതൊന്നും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതൊന്നും ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അത് നമുക്ക് കിട്ടാനുള്ളത് കിട്ടും എന്നുള്ളത് മാത്രം.